ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. 4ാമത്തെ അറസ്റ്റാണ് ഈ കേസിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് SITയുടെ അറസ്റ്റിലായിരിക്കുന്നത്. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. മനീഷ് മഹിപാലൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും S വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, സുപ്രധാനമായൊരു നീക്കമാണ്. നേരത്തെ SITയിൽ നിന്നും പ്രതീക്ഷിച്ചത് ഈ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനെയൊക്കെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അപ്രതീക്ഷിതമാണ്. ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകുന്നു, അതും ഈ രാത്രിയിൽ തന്നെ പോകുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണറെ അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് SITയുടെ പ്ലാൻ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചിത്രം കിട്ടുന്നുണ്ടോ? പ്രജിൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികാര ശ്രേണിയിൽ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് തിരുവാഭരണം കമ്മീഷണർ. ഒരു താക്കോൽ സ്ഥാനത്തുള്ള ഒരു പദവിയാണ് തിരുവാഭരണം കമ്മീഷണറുടേത്. ശബരിമല പോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ, സ്വർണം, ഇതിന്റെ കസ്റ്റോഡിയനായി വേണമെങ്കിൽ നമുക്ക് ഈ തിരുവാഭരണം കമ്മീഷണറെ വിലയിരുത്താം. അങ്ങനെ അദ്ദേഹം അറിയാതെ ആ നിലയ്ക്ക് തിരുവാഭരണവുമായി ബന്ധപ്പെട്ട അത്തരം സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പാടില്ല എന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ വ്യക്തമാക്കുന്നത്. അത്രത്തോളം താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായ ബൈജു. 2019 അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു, വിശ്രമ ജീവിതം നയിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ 2019 ഈ വിവാദമായ ഈ സ്വർണ്ണ കൊള്ള നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ നേരിട്ട് അവിടെ സന്നിഹിതനാകേണ്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ബൈജു, തിരുവാഭരണം കമ്മീഷൻ. അദ്ദേഹത്തിന്റെ റാങ്ക് അതാണ്. അവിടെ നേരിട്ട് അദ്ദേഹം എത്തി, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ വേണം ഇത് മുഴുവൻ അഴിച്ച് ഇത് മറ്റൊരാൾക്ക് കൊടുക്കുകയോ മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് കൊടുക്കുകയോ, അത് കൊടുക്കാൻ പാടില്ല. കാരണം അത് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത്, ശബരിമലയുടെ തിരുമുറ്റത്താണ് അത് ചെയ്യേണ്ടത്, പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ തിരുമുറ്റത്ത് ചെയ്യുമ്പോഴും അതിന് സ്ഥാനീയനായി അവിടെ നിൽക്കേണ്ട ആളാണ് തിരുവാഭരണം കമ്മീഷൻ. അദ്ദേഹം അത്രത്തോളം അതോറിറ്റിയാണ്. അതാണ് ആ ജോലി അദ്ദേഹം അന്ന് പങ്കെടുത്തില്ല എന്ന് തന്നെയല്ല, അതിലെ സ്മിത്ത്, ഈ കാര്യങ്ങൾ നോക്കേണ്ട സ്മിത്തിനോട് ഈ വിഷയങ്ങൾ സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ ജോലി ചെയ്തില്ല. അദ്ദേഹം നിയോഗിക്കേണ്ട ഉദ്യോഗസ്ഥരെ അവിടെ ചുമതലപ്പെടുത്തില്ല. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഈ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നത്. അതുപോലെ കട്ടിളപ്പാളി കൊടുത്ത കേസിലും ഈ ബൈജു അന്നത്തെ ഈ തിരുവാഭരണം കമ്മീഷണർ പ്രതിയാകും. 2 കേസിലും അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ അവിടുത്തെ ഒരു താക്കോൽ സ്ഥാനത്തിരിക്കുകയും വലിയ ഉത്തരവാദിത്വവും ചുമതലകളും ഉണ്ടാവുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിനെതിരായ SITയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് വേണ്ടി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി അതിന്റെ തുടർ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രജിൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത്, ഇത് വരാനിരിക്കുന്ന അടുത്ത മണിക്കൂറുകളിലോ തൊട്ടടുത്ത ദിവസമോ നടക്കാനിരിക്കുന്ന വലിയ അറസ്റ്റുകൾക്കുള്ള മുന്നോടിയായാണ് ഈ വിരമിച്ച ഉദ്യോഗസ്ഥൻ 7ാം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വലിയ അറസ്റ്റുകളിലേക്ക് SIT കടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി അതിന് കളമൊരുക്കുന്നതിന്റെ ഭാഗമായുള്ള അറസ്റ്റുകളാണ് ഇപ്പോൾ നടക്കുന്നത്. 7ാം പ്രതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമാണ്. നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്ന ഓർഡിനൻസ് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ഓർഡിനൻസ് അവതരിപ്പിക്കാതെ പുതിയ ബോർഡിനെ ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബോർഡിലേക്ക് ഈ അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. ആ നിലവിലുള്ള ബോർഡിന് ഈ വിഷയങ്ങളിലുള്ള ഉത്തരവാദിത്വം എന്തായിരുന്നു, അതിൽ എത്ര വലിയ വീഴ്ചയാണ് അവർ വരുത്തിയത് എന്നത് ഹൈക്കോടതിയുടെ ഈ ദിവസങ്ങളിലെ പരാമർശങ്ങളിലും ഈ പറയുന്ന ഇടക്കാല ഉത്തരവിലുമുണ്ട്. അതൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായും പുതിയ ബോർഡിനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുകയും നാളെ ആരാണ് പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് തീരുമാനിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന ദിവസം. വിജയകുമാർ, അതായത് ഈ ബോർഡിന്റെ ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാർ കൃത്യമായി ഈ ഗൂഢാലോചനയിലും ആസൂത്രണത്തിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന നേരത്തെയുള്ള സംശയം അത് കൂടുതൽ ബലപ്പെടുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ 2019 അന്ന് ഈ പാളികൾ അഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ബൈജു ഹാജരാവാതിരുന്നത്, അതൊരു സുപ്രധാനമായ ചോദ്യമാണ്. അത് ഈ പറയുന്ന നേരത്തെ നിശ്ചയിച്ചില്ലെങ്കിൽ നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന പ്രതികളുടെ സമ്മർദ്ദമാവാം, അതിനടിപ്പെടാം, അല്ലെങ്കിൽ അതിൽ കൂട്ടുനിന്നതാവാം. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഇതിന് അതിലൊരു വ്യക്തത വരുത്താനായിരിക്കും SIT ശ്രമിക്കുക. പ്രജിൻ, ഈ 2019 2024 ഒക്കെ നടന്ന ഈ മുഴുവൻ കൊള്ളയുടെയും അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആ സമയങ്ങളിൽ അവിടെ നേരിട്ടെത്തേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരിൽ പലരും എത്തിയില്ല. എന്നാൽ യാതൊരു തരത്തിലും അവിടെ അപ്രസക്തരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു.
അവർ തമ്മിലുള്ള ഗൂഢാലോചന എന്ത് എന്നത് SIT ഏറെക്കുറെ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ട കണ്ണികൾ ആര് എന്നതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരെയായി ഇപ്പോൾ SIT പിടിച്ചുകൊണ്ട് വരികയാണ്, അവരെ ചോദ്യം ചെയ്യുകയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവും അതിൻ്റെ ഈ പറയുന്ന ഗൂഢാലോചനയുടെയും ഇതിലെ ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്നു എന്ന വിവരങ്ങൾ, എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് SITയുടെ തന്നെ കസ്റ്റഡി അപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ റോൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നിർണായക നീക്കങ്ങൾക്ക് SIT ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ രണ്ട് ബോർഡുകൾ, അതായത് ഈ നിലവിലുള്ള ബോർഡും 2019 ബോർഡും സമൂലമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കോടതി ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എടുത്തു കുടഞ്ഞു എന്ന് പറയുന്ന തരത്തിൽ ഈ ബോർഡുകളുടെ ഉത്തരവാദിത്വം അവർ നിറവേറ്റാതിരുന്നത്, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് അവർ നടത്തിയ കൂട്ട്, അവർ നടത്തിയ ആസൂത്രണം, അതിൽ കൊള്ളക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത്, അതുപോലെ ദേവസ്വം മിനിറ്റ്സിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്താതെ പ്രതികളെ സഹായിക്കാൻ നടത്തിയ ശ്രമം, ഈ രേഖകൾ അവിടെ പ്രധാന രേഖകൾ കാണാതായത്, നഷ്ടപ്പെട്ടു പോയത്, സ്വർണത്തിൻ്റെ കണക്കില്ലാത്തത്, അങ്ങനെ പിഴവുകളുടെ, തട്ടിപ്പിൻ്റെ, വെട്ടിപ്പിൻ്റെ, സ്വർണ്ണക്കൊള്ളയുടെ, ക്രമക്കേടുകളുടെ, ചട്ടവിരുദ്ധമായ ഇടപെടലുകളുടെ ഒരു കൂമ്പാരമാണ് ഈ 2019 ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്മേൽ നമ്മൾ ചുമത്തുന്നതല്ല, കേരള ഹൈക്കോടതി അത് ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴങ്ങനെ രണ്ട് ബോർഡുകളും സമ്പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ബോർഡിലേക്ക്, അതിലെ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക്, അതിൻ്റെ ഭരണപരമായ ചുമതല വഹിച്ചവരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് SIT നേരത്തെ തന്നെ കടന്നിട്ടുണ്ട്. SITക്ക് അതിൽ കൃത്യമായ വിവരങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് എത്തുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇതാ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണം കമ്മീഷണർ എന്നതിൽ സംശയം വേണ്ട. അദ്ദേഹത്തിൽ നിന്ന് SIT കേൾക്കാൻ ആഗ്രഹിക്കുകയും ചോദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്നവരുടെ ഇടപെടലുകൾ, അവരെങ്ങനെയാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത്, അതിൽ അവരുടെ റോൾ എന്തായിരുന്നു എന്നത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.